ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ അമേരിക്കയും കൂടി കൂടിച്ചേർന്നതോടെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന നീക്കങ്ങളിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത്. ഇതിനോടുള്ള ഇറാന്റെ മറുപടിയും അതുപോലെ തന്നെ അതിനെതിരായ അമേരിക്കയുടെ മറുപടിയും വളരെയധികം ബുദ്ധിമുട്ടും ക്ലേശങ്ങളും നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളൊക്കെ വളരെയധികം ഭയത്തോടെയാണ് പോകുന്നത്. കാരണം ഇറാന്റെ ഏതു വിധത്തിലുള്ള അക്രമങ്ങളാണ് ഇനി ഉണ്ടാകുക, അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നൊക്കെ വളരെ വലിയ ആശങ്കയിലേക്കാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പോകുന്നത്. ഇത് പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് ലോകവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ചില നീക്കങ്ങളാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ചില അനുരണങ്ങൾ ഇപ്പൊ തന്നെ നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണമല്ല, മറിച്ച് ഒരു നയതന്ത്രപരമായ തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഹോർമസ് കടലൊഴുക്കിലൂടെയാണ് ലോകവ്യാപകമായി കച്ചവടം നടക്കുന്നത്. അതിലൂടെയുള്ള ചരക്ക് കപ്പലുകൾ തടസ്സപ്പെടുത്തുമെന്നും അല്ലെങ്കിൽ ഹോർമസ് തുറമുഖം അടച്ചിടുമെന്നുമുള്ള കഠിനമായ തീരുമാനത്തിലേക്കാണ് ഇറാൻ വന്നിരിക്കുന്നത്. ഇറാൻ ഇത്തരമൊരു നടപടിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ സൗദി ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ധനങ്ങളൊക്കെ പോകുന്ന പാതയാണ് ഹോർമസ്. അത് തടസ്സപ്പെട്ടാൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം അതിന്റെ 20% ചൈനയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഇത് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്കയും ചില കടുത്ത തീരുമാനങ്ങളിലൂടെ കടന്നുപോകും. ഹോർമസ് തുറമുഖം അടയ്ക്കുകയോ അല്ലെങ്കിൽ അതിലൂടെയുള്ള ചരക്ക് വാഹനങ്ങൾ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ഫോറിൻ മാർക്കറ്റിൽ വളരെ വലിയ ഇടിവാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലകളെ ഇത് തടസ്സപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സിന്റെ വരവ് കുറയുകയും രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുകയും ചെയ്യും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.